നാടകം ജീവിതമായും ജീവിതം നാടകമായും മാറി മറിയായിരുന്നു. നാടകത്തിൽ മികച്ച നടിക്കുള്ള പ്രത്യേക പരാമർശം നേടി. സത്യത്തിൽ ഞങ്ങളും ഈക്വലി ടാലന്റഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു അച്ചീവ്മെന്റ് കൂടിയായിരുന്നു അത്. വളരെ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കണ്ടുകൊണ്ടാണ് പഠിക്കാൻ വന്നത്. ഇപ്പം അത് നിർത്തേണ്ട അവസ്ഥയാണ് എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഞങ്ങൾ ട്രാൻസ് മനുഷ്യന്മാർക്കും മനസ്സമാധാനത്തോടെ പഠിക്കണം എന്നുള്ള അവകാശമുണ്ട്. പക്ഷേ ട്രാൻസ്ഫോബിയ ഉള്ള ആൾക്കാർ നമുക്ക് അതിനുള്ള അവസരം നൽകുന്നില്ല. ട്രാൻസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരോട് അവരുടെ ഹെയ്റ്റ് കാണിക്കുകയും ആട്ടി ഓടിക്കാൻ ശ്രമിക്കുകയും ഗ്രഡ്ജസ് വെച്ചുകൊണ്ട് ഗൂഢാലോചനകൾ നടത്തുകയും നമ്മളെ മനസ്സമാധാനം ഇല്ലാണ്ടാക്കുകയും ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? വളരെ മെച്ചുവേർഡായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. മെന്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നതുകൊണ്ട് ക്വിറ്റ് ചെയ്യല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്യുന്നത്, വേറെ ആരും എൻ്റെ കൂടെ സപ്പോർട്ടിനില്ല എന്നുള്ള ഒരു ഖേദകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഹോസ്റ്റലിൽ നിന്ന് തിരിച്ച് എറണാകുളത്തേക്ക് വന്നു. ഇവിടെ എൻ്റെ കമ്മ്യൂണിറ്റി എല്ലാവരും ഉണ്ട് എന്നെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ. അത് തന്നെ വലിയ ധാരാളം.